ഒരു പ്രശ്നമുണ്ടെങ്കിൽ അടിയന്തര പ്രാധാന്യമുള്ളതാണെന്ന് തോന്നിയിരുന്നെങ്കിൽ 22 നോട്ടീസ് കൊടുക്കായിരുന്നല്ലോ. ഒരു നോട്ടീസ് കൊടുക്കാൻ പോലും അന്ന് തയ്യാറാവാതിരുന്ന ആളുകൾ ഇപ്പൊ ദാരിദ്ര്യം കൊണ്ടാണ് സർ വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഇവർ പറയുമ്പോ എല്ലാം പറയണല്ലോ സർ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ചീറ്റിംഗ് കേസിൽ ശിക്ഷിക്കപ്പെട്ട ശിക്ഷാളവ് കൊടുത്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് അറിയാം ഈ വിഷയം ചർച്ചയ്ക്ക് നോക്കൂ, പ്ലക്കാർഡുകൾ നോക്കൂ. ചർച്ചയ്ക്ക് ധൈര്യമില്ലേ? അതിനർത്ഥം നിങ്ങൾക്ക് തന്നെ അറിയാം ചർച്ച എടുക്കില്ല എന്ന്. കാരണം ചർച്ചയ്ക്ക് എടുക്കാൻ സാധിക്കാത്ത പോയിന്റ് കൊണ്ടുവന്ന് നിങ്ങൾ പ്ലക്കാർഡ് വരുത്തുകയാണ്. അപ്പൊ അതിൽ വളരെ ക്ലിയർ ആണ്, പ്രീ പ്ലാൻഡ് ആണ്. യെസ്, ശ്രദ്ധ ക്ഷണിക്കൽ. യെസ്, ഞാൻ പറഞ്ഞല്ലോ പ്രതിപക്ഷങ്ങൾക്കെല്ലാം അറിയാം ഈ വിഷയം ഫ്ലോറിൽ വരില്ല. അതുകൊണ്ടാണല്ലോ പ്രിന്റഡ് പ്ലക്കാർഡ്. എങ്ങനെയാണ് പ്രിന്റഡ് പ്ലക്കാർഡ്? ഇവിടെ വല്ല മെഷീനറി ഉണ്ടോ? ഇവിടെ ഒരു മെഷീനറി ഇല്ലല്ലോ. നോക്കൂ, നിങ്ങൾ ഉയർത്തിയ പ്ലക്കാർഡുകൾ നോക്കൂ. നിങ്ങൾ ഉയർത്തിയ പ്ലക്കാർഡുകൾ നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ അതിൽ വരികൾ മാറ്റാവും. നോക്കൂ, ബഹുമാനപ്പെട്ട LOP നോക്കൂ. നിങ്ങൾ നോക്കൂ എന്താണ് ഉയർത്തിയ പ്ലക്കാർഡുകൾ. ഉയർത്തിയ പ്ലക്കാർഡുകൾ തന്നെ വളരെ കൃത്യമായി പറയുന്നു നിങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യണ്ട. നിങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹമില്ല. പകരം ഒരു സഭക്കകത്ത് റൊക്കസ് ഉണ്ടാക്കാൻ. യെസ്, ഓർഡർ. ശ്രീ K. ബാബു നെന്മാറ, ശ്രദ്ധ ക്ഷണിക്കൽ. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സാർ, സഭയ്ക്കകത്ത് ചർച്ച ചെയ്യപ്പെടില്ല എന്ന വിഷയം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ വളരെ നേരത്തെ പ്രിന്റ് ചെയ്തിട്ടുള്ള പ്ലക്കാർഡുമായി ഈ സഭയെ നടത്തിക്കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന രൂപത്തിലേക്ക് വന്ന് ഇവിടെ ബഹളം സൃഷ്ടിക്കുന്നത്. സാർ, ഇത് നിരന്തരമാണ്. സാർ, ഈ നാട്ടിലെ ജനങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടില്ല സാർ. അതിന് പകരം നിരന്തര ബഹളമുണ്ടാക്കുകയാണ് സാർ. അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ് സാർ. എന്റെ ശ്രദ്ധ ക്ഷണിക്കൽ പറയാം. അടിയന്തര പ്രമേയത്തിന്റെ കാര്യത്തിൽ അതിദാരിദ്ര്യം, അടിയന്തര പ്രമേയത്തിന്റെ കാര്യത്തിൽ അതിദാരിദ്ര്യമാണ് സാർ. അതുകൂടെ പരിഹരിക്കപ്പെടുകയാണ്. 17 അടിയന്തര പ്രമേയമാണ് ഈ സഭയ്ക്കകത്ത് ചർച്ച ചെയ്തത്. അതെല്ലാവർക്കും അറിയാം സാർ. എന്റെ വിഷയം ഇതാണ്. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേരള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന അപേക്ഷാ ഫീസ്, പെർമിറ്റ് ഫീസ്, ലേ ഔട്ട് അപ്രൂവലിനുമുള്ള സ്ക്രൂട്ടിനി ഫീസ് എന്നിവയുടെ നിരക്ക് 10/4/2023 മുതൽ പ്രാബല്യത്തിൽ വർദ്ധിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. സാർ, മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ ഫീസാണെങ്കിലും സംസ്ഥാന സർക്കാരിന് 1 രൂപയുടെ വരുമാനം പോലും ലഭ്യമായിരുന്നില്ല അത്തരത്തിൽ ഫീസ് വർധനവിലൂടെ. ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിൽ വർദ്ധിപ്പിച്ച ഫീസ് തങ്ങൾ വാങ്ങില്ലെന്ന് തീരുമാനിച്ചും ഇരുന്നു. ഇത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും കെട്ടിട നിർമ്മാണ ഉടമകളിൽ നിന്നും നിരവധി പരാതികൾ ഉയർന്നു വന്നിരുന്നു. നിയമസഭയ്ക്കകത്തും പുറത്തും ഫീസ് വർധനവ് സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യപ്പെട്ടു. സാർ, ജനപക്ഷ സർക്കാർ എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വർധനവിന്റെ 60% പിൻവലിച്ചുകൊണ്ട് 1/8/2024 മുതൽ പ്രാബല്യത്തിൽ കുറവ് വരുത്തുകയും ചെയ്തിരുന്നു. 10/4/2023 മുതൽ പ്രാബല്യത്തിലുണ്ടായിരുന്ന നിരക്ക് പ്രകാരം അപേക്ഷാ ഫീസ്, പെർമിറ്റ് ഫീസ് എന്നിവ ഒടുക്കിയവർക്ക് നിശ്ചയിച്ച നിരക്കിനേക്കാൾ അധികം ഈടാക്കിയ തുക തിരികെ നൽകുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകുകയും ചെയ്തിരുന്നു. സാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ ലഭ്യത അനുസരിച്ച് പരമാവധി നേരത്തെ, എന്നാൽ 2025 മാർച്ച് 31 മുൻപായി അധികമായി ഈടാക്കിയ പെർമിറ്റ് ഫീസും അപേക്ഷാ ഫീസും തിരികെ നൽകേണ്ടതാണെന്നും സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്തു. സാർ, സമയത്തിനകം അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതിരുന്നവരുടെ ആവശ്യം പരിഗണിച്ച് സംസ്ഥാന സർക്കാർ റീഫണ്ടിനുള്ള നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയപരിധി 30/9/2025 വരെ പിന്നീട് ദീർഘിപ്പിച്ച് നൽകിയിരുന്നു. സാർ, അപേക്ഷകർക്ക് തിരിച്ചു നൽകേണ്ട തുക കൈവശം വെച്ചിരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരമില്ലെന്നിരിക്കെ പല തദ്ദേശ സ്ഥാപനങ്ങളും സെക്രട്ടറിമാരും അധികമായി ഈടാക്കിയ പെർമിറ്റ് ഫീസ് നാളിതുവരെ തിരിച്ചു നൽകിയിട്ടുമില്ല. സാർ, സർക്കാർ നിർദ്ദേശമുണ്ടായിട്ടും തയ്യാറാകാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന വിഷയത്തിൽ ഞാൻ ശ്രദ്ധ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട അംഗങ്ങളോട് ഒരു കാര്യം വളരെ
ജനങ്ങൾക്കിടയിൽ ഏറ്റവും പ്രശ്നമായ ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട അങ്ങ് ഉയർത്തിയത്. നിങ്ങൾക്ക് ഉത്തരം കേൾക്കണ്ടേ? നിങ്ങൾ കൂടി ഉയർത്തിയ വിഷയമാണ്. യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. യെസ്, മിനിസ്റ്റർ പ്ലീസ്. അടിയന്തര പ്രമേയത്തിന് ചർച്ച ചെയ്യില്ല എന്ന് ഉറപ്പ്, ചർച്ച ചെയ്യാൻ കൊള്ളാവുന്ന അതിന് യോഗ്യമായ ഒരു വിഷയമല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇന്നലെ തന്നെ അങ്ങ് പറഞ്ഞതുപോലെ പ്ലക്കാർഡും ബാനറുമായിട്ട് അവർ വന്നിരിക്കുന്നത്. ഇന്നലെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അവർക്ക് തന്നെ അറിയാം ഇത് ചർച്ചയ്ക്ക് കൊള്ളാവുന്ന ഒരു വിഷയമല്ല എന്നുള്ളത്. സാർ, ചോദ്യം ഇന്നെന്താ ചർച്ചയില്ലേ? മടിയിൽ കനം, സഭയിൽ ഭയം എന്നാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യാൻ ധൈര്യപ്പെടാതെ സഭയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി ഓടിയത് മടിയിൽ സ്വർണത്തിന്റെ ഭാരമുള്ളത് കൊണ്ടായിരുന്നോ? അതുകൊണ്ടായിരുന്നോ ഇറങ്ങി ഓടിയത്? മടിയിൽ സ്വർണത്തിന്റെ ഭാരം ഉണ്ടായിരുന്നത് കൊണ്ടാണോ? സർ, ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഇന്നലത്തെ കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് കാണിച്ച ക്രൂരമായ അവഗണനയാണ്. ഞങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് എല്ലാവർക്കും സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. എല്ലാ മാധ്യമങ്ങളും മുഖപ്രസംഗം എഴുതിയിരിക്കുകയാണ്. ആ ദിവസമാണ് പ്രതിപക്ഷം ഒരു നോൺ ഇഷ്യൂ ഉയർത്തിക്കൊണ്ടുവന്ന് BJPയെ സഹായിക്കാൻ ചർച്ച വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് BJPയെ സഹായിക്കണം. നിങ്ങളും BJPയും ചേർന്ന് ഇത്രകാലം പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര അവഗണന എത്ര ക്രൂരമാണ് എന്ന് എല്ലാവർക്കും സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള നാടകമാണ്. സാർ, ഇനി മറുപടിയിലേക്ക് വരാം. കേരള പഞ്ചായത്ത് മുനിസിപ്പൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈടാക്കുന്ന അപേക്ഷാ ഫീസ്, പെർമിറ്റ് ഫീസ്, ലേഔട്ട് അപ്രൂവലിനുള്ള സ്ക്രൂട്ടിനി ഫീസ് എന്നിവയുടെ നിരക്ക് 10/4/2023 മുതൽ പ്രാബല്യത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. തനത് ഫണ്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ പിന്തുണ ആവശ്യമാണെന്ന തദ്ദേശ സ്ഥാപന അധ്യക്ഷരുടെ നിരന്തരമായ ആവശ്യത്തെ അടിസ്ഥാനമാക്കിയാണ് സർക്കാർ പെർമിറ്റ് ഫീ നിരക്ക് പരിശോധിച്ചത്. മുൻകാല നിരക്ക് വർധനകളും മറ്റ് സംസ്ഥാനങ്ങളിലെ പെർമിറ്റ് ഫീ നിരക്കുകളും പരിശോധിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നിരന്തരമായ കൂടിയാലോചനകൾക്ക് ശേഷമാണ് പെർമിറ്റ് ഫീ വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. പെർമിറ്റ് ഫീ വർദ്ധിപ്പിച്ചതിന് ശേഷവും രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കുകളിൽ ഒന്നായിരുന്നു കേരളത്തിലേത്. മുൻകാല രീതിക്ക് പകരം സാധാരണക്കാരെ ബാധിക്കാതിരിക്കാൻ നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ സ്ലാബ് സംവിധാനവും ഏർപ്പെടുത്തുകയും കുറഞ്ഞ സ്ലാബുകളിൽ നിരക്ക് വർധന നാമമാത്രമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ തീരുമാനത്തെ കക്ഷി രാഷ്ട്രീയപരമായിട്ടാണ് സമീപിച്ചത്. തനത് ഫണ്ട് വർദ്ധിപ്പിക്കാൻ നിരക്ക് വർധനവ് ഉൾപ്പെടെ ആവശ്യപ്പെട്ട ഈ തദ്ദേശ സ്ഥാപന അധ്യക്ഷർ അവരവരുടെ തദ്ദേശ സ്ഥാപനത്തിൽ നിരക്ക് വർധന തങ്ങൾക്ക് ആവശ്യമില്ലെന്ന് തീരുമാനമെടുക്കുകയും പ്രമേയം പാസാക്കി സർക്കാരിലേക്ക് അയക്കുകയും ചെയ്തു. എന്നാൽ അതിന് വിരുദ്ധമായി വർദ്ധിപ്പിച്ച പെർമിറ്റ് ഫീസ് തന്നെ ഈടാക്കുകയും ചെയ്തു. ഒരു ഭാഗത്ത് ഇത് വേണ്ട എന്ന് പ്രമേയം പാസാക്കുക, മറുഭാഗത്ത് ഈ വർദ്ധിപ്പിച്ച ഫീസ് ഈടാക്കുക. ഇതാണ് പല തദ്ദേശ സ്ഥാപനങ്ങളും സ്വീകരിച്ച മാർഗം. വർദ്ധിപ്പിച്ചതുൾപ്പെടെ പെർമിറ്റ് ഫീസ് ഇനത്തിൽ 1 രൂപയുടെ പോലും വരുമാനം സർക്കാരിനല്ല എന്ന് ഇവർക്കെല്ലാവർക്കും അറിയാവുന്നതാണ് സർ. ഈ വരുമാനം പൂർണ്ണമായും സ്വന്തമാക്കിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെയാണ്. മുഴുവൻ തുകയും അവർക്ക് അവകാശപ്പെട്ടതും അവരുടെ തീരുമാനപ്രകാരം വികസനം ശരിയായ രീതിയല്ല. ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഓക്കെ, അദ്ദേഹത്തിന്റെ വസ്ത്രം ഉരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സീതികാജിയുടെ പിന്മുറക്കാരാണ്. മുണ്ട് കഴിഞ്ഞോണ്ടാ മുണ്ട് ആ സീതികാജിയാണ് ആദ്യം കാണിച്ചത്. ശ്രീ PK ബഷീറിനോട് അഭ്യർത്ഥിക്കാനുള്ളത് അദ്ദേഹത്തെ താങ്ങണം, അദ്ദേഹത്തിന്റെ ഉടുമുണ്ട് കാക്കണമെന്നാണ്. പെർമിറ്റ് ഫീസ് വർധനവിനെതിരെ ആക്ഷേപങ്ങൾ ലഭിച്ചതിൽ അതിനോട് മുഖം തിരിച്ചു നിൽക്കാതെ സർക്കാർ അത് വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കി. വർദ്ധിപ്പിച്ച കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ്, അപേക്ഷാ ഫീസ്, സ്ക്രൂട്ടിനി ഫീസ് എന്നിവ 1/8/2024 മുതൽ മുൻകാല പ്രാബല്യത്തിൽ 60% വരെ കുറവ് വരുത്തി 30/7/2024 ഉത്തരവ് പുറപ്പെടുവിച്ചു. ഒപ്പം അന്ന് വരെ ഈടാക്കിയ തുകയിൽ പുതിയ നിരക്ക് പ്രകാരം കണക്കാക്കുമ്പോൾ അധികമായി ഈടാക്കിയ തുക 2025 മാർച്ച് 31 മുമ്പായി തിരികെ അപേക്ഷകർക്ക് നൽകുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. നിശ്ചിത തീയതിക്കകം റീഫണ്ടിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും
കാലാവധി ദീർഘിപ്പിക്കണമെന്നുമുള്ള നിരവധി അപേക്ഷകൾ സർക്കാരിൽ തുടർന്നും ലഭിച്ചതിനാൽ റീഫണ്ടിന് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി 30/7/2025 ഉത്തരവ് പ്രകാരം 30/9/2025 വരെ ദീർഘിപ്പിച്ചു നൽകുകയും ചെയ്തു. അധികമായി ഈടാക്കിയ പെർമിറ്റ് ഫീ തിരിച്ചു നൽകണമെന്ന ഉത്തരവ് പല തദ്ദേശ സ്ഥാപനങ്ങളും സെക്രട്ടറിമാരും നടപ്പാക്കാത്തതായി സർക്കാരിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അപേക്ഷകർക്ക് തിരിച്ചു നൽകേണ്ട തുക കൈവശം വെച്ചിരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരമില്ല. സർക്കാർ കുറച്ചു കൊടുത്ത തുക അധികമായി ഈടാക്കിയത് തിരിച്ചു നൽകണം എന്ന് സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഈ പണം തദ്ദേശ സ്ഥാപനങ്ങൾ ഇപ്പോഴും കൈവശം വെച്ചിരിക്കുന്നത് നിയമവിരുദ്ധമാണ്. അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ സർക്കാർ കാണുന്നു. സർ, ഈ തദ്ദേശ സ്ഥാപനങ്ങൾ പലരും തങ്ങൾക്ക് വരുമാനം കിട്ടുന്ന പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചതിന് ചില്ലിക്കാശ് വരുമാനം ലഭിക്കാത്ത സർക്കാരിനെ കുറ്റവാളിയാക്കാൻ മത്സരിച്ചവരാണ്. അവരാണിപ്പോൾ പെർമിറ്റ് ഫീസ് തിരിച്ചു കൊടുക്കാതെ കൈവശം വെച്ചിരിക്കുന്നത്. അത്തരം തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ജനങ്ങൾക്ക് അവകാശപ്പെട്ട, ജനങ്ങൾക്ക് തിരിച്ചു നൽകാൻ സർക്കാർ നിർദ്ദേശിച്ച തുക എത്രയും പെട്ടെന്ന് തിരിച്ചു നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അപേക്ഷാ കാലയളവ് 15/2/2026 വരെ ദീർഘിപ്പിച്ചും ലഭ്യമായ എല്ലാ അപേക്ഷകളിലും അർഹമായ റീഫണ്ട് 28/2/2026 നൽകുന്നതിന് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 28/1/2026 ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൂടാതെ ഇതുവരെയും റീഫണ്ട് നൽകാത്ത തദ്ദേശ സ്ഥാപനങ്ങളുടെ വിവരങ്ങളും 28/2/2026 റീഫണ്ട് നൽകാത്ത തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരുടെ വിവരങ്ങളും സർക്കാരിലേക്ക് ലഭ്യമാക്കാൻ പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സ്പീക്കർ, അടിയന്തര പ്രമേയത്തിന്റെ കാര്യത്തിലും അതിദാരിദ്ര്യ സംസ്ഥാനമായി ഈ കേരളത്തെ പ്രഖ്യാപിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അടിയന്തര പ്രമേയ മുക്ത പഞ്ചായത്തായിട്ടും പ്രഖ്യാപിക്കാൻ തയ്യാറാവണം. എന്റെ ചോദ്യം ഇതാണ്: ചില പഞ്ചായത്തുകൾ അമിതമായി ഈടാക്കിയ ഫണ്ട് ഉപയോഗിച്ച് പുതിയ പദ്ധതികൾ തയ്യാറാക്കി DPCയിൽ നിന്ന് അംഗീകാരം നേടി പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. സർ, തനത് വരുമാനം തീരെ കുറഞ്ഞ അത്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകമായ സാമ്പത്തിക സഹായം നൽകാൻ സർക്കാർ തയ്യാറാകുമോ എന്നതാണ് എൻ്റെ ചോദ്യം. മിനിസ്റ്റർ പ്ലീസ്. സർ, തനത് വരുമാനം കുറഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ തദ്ദേശ സ്ഥാപനങ്ങളാണ് സ്വീകരിക്കേണ്ടത്. സർക്കാർ അതിനാവശ്യമായിട്ടുള്ള പിന്തുണ നൽകും. ഇത്തരം കാര്യങ്ങളെയൊക്കെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ സമീപിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ എല്ലാവരും ഭരിക്കുന്നുണ്ടെന്ന് ഓർമ്മ ഇതിനെയൊക്കെ കക്ഷി രാഷ്ട്രീയവൽക്കരിക്കുന്നവർക്ക് ഇല്ല എന്നതാണ് നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ഇപ്പം പലർക്കും പെർമിറ്റ് ഫീസ് തിരിച്ചു കൊടുക്കാൻ മടിയാണ്. നേരത്തെ പ്രമേയം പാസ്സാക്കിയവർക്കും ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ തനത് ഫണ്ട് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യം വരുന്നു. ഒപ്പം ഓണറേറിയം കൂട്ടണമെന്ന ആവശ്യം വന്നു. സർക്കാർ അത് അംഗീകരിച്ചു. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അത് സഭയിൽ അവതരിപ്പിച്ചു. സർ, ഓണറേറിയം നൽകുന്നത് ഓൺ ഫണ്ടിൽ നിന്നാണ്, തനത് ഫണ്ടിൽ നിന്നാണ്. അപ്പോൾ തനത് ഫണ്ട് വർദ്ധിപ്പിച്ചാൽ മാത്രമേ വികസന പ്രവർത്തനങ്ങൾക്ക് മുതൽ ഓണറേറിയം നൽകുന്നതിന് വരെ പണം കണ്ടെത്താനാവുകയുള്ളൂ. ഇത്തരം യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പ്രതിപക്ഷവും തയ്യാറാവേണ്ടതുണ്ട്. അന്ധമായ രാഷ്ട്രീയ കണ്ണോടുകൂടി ഇത്തരം കാര്യങ്ങളെയൊക്കെ കാണുന്നതാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും തനത് വരുമാനം വർദ്ധിപ്പിക്കണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട്. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് നോട്ട് ഇൻ ദ സീറ്റ്. പ്ലീസ് LOP പ്ലീസ് ഒന്ന് വിഡ്രോ പ്ലീസ്. LOP പ്ലീസ് LOP പ്ലീസ്. യെസ് സബ്മിഷൻസ്. ഓർഡർ സബ്മിഷൻ. ശ്രീ TJ വിനോദ് നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ KN ഉണ്ണികൃഷ്ണൻ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ KN ഉണ്ണികൃഷ്ണൻ സബ്മിഷൻ. സർ, വൈപ്പിൻ മണ്ഡലത്തിലെ ഏക സംസ്ഥാന പാതയായ വൈപ്പിൻ പള്ളിപ്പുറം റോഡിലെ ഗതാഗതക്കുരുക്കും ജീവഹാനിയും ദിനം പ്രതി വർദ്ധിക്കുകയാണ്. വീതി കുറഞ്ഞ ഈ പാതയിലൂടെ ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് കടന്നു പോകുന്നത്. 2021-25 വരെയുള്ള 5 വർഷ കാലയളവിൽ ഈ റോഡിൽ നടന്ന 1432 അപകടങ്ങളിലായി 100 പേർ മരണപ്പെടുകയും 95 പേർക്ക് അതീവ ഗുരുതരമായും
1337 പേർക്ക് മാരകമല്ലാത്ത രീതിയിലും 1517 പേർക്ക് സാധാരണ രീതിയിലും പരിക്കുകൾ പറ്റിയിട്ടുള്ളതായിട്ടുള്ള കണക്കുകൾ ഈ റോഡിലൂടെയുള്ള യാത്രയുടെ ഭീകരാവസ്ഥ വെളിപ്പെടുത്തുന്നു. മുനമ്പം അഴീക്കോട് പാലം കൂടി ഗതാഗതത്തിന് തുറന്നു കൊടുക്കപ്പെടുന്നതോടെ ഈ പാതയിലൂടെയുള്ള യാത്ര കൂടുതൽ അപകടകരവും ദുരിതപൂർണവും ആവുന്നതാണ് സർ. വൈപ്പിൻ മണ്ഡലത്തിലൂടെയുള്ള യാത്രയ്ക്ക് പുതിയ റോഡുകളും ഗോശ്രീ പാലങ്ങൾക്ക് സമാന്തരമായി പുതിയ പാലങ്ങളും നിർമ്മിക്കപ്പെട്ടില്ലെങ്കിൽ വൈപ്പിൻ നിവാസികളുടെയും വൈപ്പിനിലൂടെ കടന്നുപോകുന്ന യാത്രക്കാരുടെയും ജീവന് ഭീഷണി നേരിടുന്നതും വ്യവസായ വാണിജ്യ വിനോദസഞ്ചാര മേഖലകൾ സ്തംഭനാവസ്ഥ നേരിടുന്നതുമാണ്. പ്രസ്തുത കായലോര റോഡിൻ്റെ നിർമ്മാണത്തിനായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രപ്പോസലിലും ഗോശ്രീ പാലത്തിന് സമാന്തരമായുള്ള 2 പാലങ്ങളുടെയും നിർദ്ദിഷ്ട കായലോര റോഡിനെ കണ്ടെയ്നർ റോഡുമായി ബന്ധിപ്പിക്കുന്ന പുക്കാട് പാലത്തിൻ്റെയും ഇൻവെസ്റ്റിഗേഷൻ പ്രവർത്തികൾക്ക് തുക അനുവദിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. വൈപ്പിൻകരയും സമീപ നഗരമായ കൊച്ചിയും ഭാവിയിൽ നേരിടാൻ പോകുന്ന ഗതാഗതക്കുരുക്ക് കണക്കിലെടുത്ത് ഇതിന് പരിഹാരമായി നിർദ്ദേശിക്കപ്പെടുന്ന കായലോര റോഡിൻ്റെയും ഗോശ്രീ പാലത്തിന് സമാന്തരമായുള്ള പാലങ്ങളുടെയും കായലോര റോഡിനെ കണ്ടെയ്നർ റോഡുമായി ബന്ധിപ്പിക്കുന്ന പുക്കാട് പാലത്തിൻ്റെയും നിർമ്മാണം 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് മറുപടി പ്രസംഗത്തിൽ ഉൾക്കൊള്ളിക്കുവാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളിൽ ഉൾപ്പെടുത്തുവാനും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. സാർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ഈ പാലത്തിൻ്റെ ആവശ്യകത വളരെ ഗൗരവമായിട്ട് തന്നെ മനസ്സിലാക്കുന്നു, ഗൗരവമുള്ളതാണ്. അതിന് പ്രപ്പോസൽ വന്നിട്ട് അതിൻ്റെ ഭരണവകുപ്പിൽ നിന്നും ലഭ്യമാകുന്ന മുറയ്ക്കാണ് സാധാരണഗതിയിൽ അത് എടുക്കേണ്ടത്. ഇത് സംബന്ധിച്ച് അനുഭാവപൂർവ്വമായി പരിഗണിക്കാം. പക്ഷേ ബഡ്ജറ്റ് മറുപടിയിൽ എന്ത് വേണമെന്നുള്ളത് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നില്ല സാർ. അപ്പോൾ അത് അനുഭാവപൂർവ്വമായിട്ട് പരിഗണിക്കാം സാർ. ശ്രീ കെ ഡി പ്രസേനൻ, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ ഡി പ്രസേനൻ. സാർ, ആലത്തൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബസ് വാങ്ങുന്നതിന് വേണ്ടി MLA ഫണ്ട് അനുവദിച്ചു. എന്നാൽ അതിൻ്റെ ഭരണാനുമതി കിട്ടാൻ വൈകിയപ്പോൾ ബസ്സിൻ്റെ വില വർദ്ധിച്ചു. പിന്നീട് രക്ഷിതാക്കളിൽ നിന്ന് പണം പിരിച്ച് 4 ലക്ഷം കൂടി അധികമായി പിരിച്ച് ആ ഫണ്ട് മടയ്ക്കാൻ സ്കൂൾ അധികൃതർ തയ്യാറായി. പക്ഷേ പിന്നീട് ബസ്സിൻ്റെ കമ്പനി ഉടമകൾ പറഞ്ഞു, അഡ്വാൻസായി തുക ലഭിക്കാതെ ഞങ്ങളൊരു ബസ്സും കൊടുക്കില്ല. ഇത് പൊതുവായ കേരളത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ ആലത്തൂർ ഗവൺമെൻറ് ഗേൾസ് സ്കൂളും ഇപ്പോൾ പെട്ടുകിടക്കുകയാണ്. അപ്പോൾ അഡ്വാൻസായി തുക കൊടുക്കാൻ അനുമതിയുണ്ട്, ഗവൺമെൻറ് ഉത്തരവുണ്ട്, പക്ഷേ ഫണ്ടില്ല എന്നതാണ് മറുപടി നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാലയം, പാവപ്പെട്ടവരുടെ മക്കൾ മാത്രം പഠിക്കുന്ന വിദ്യാലയം, പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന വിദ്യാലയം. അവർക്ക് അനുവദിച്ച ഈ ബസ് എത്രയും പെട്ടെന്ന് അവർക്ക് ലഭ്യമാകണമെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ അവർക്ക് അഡ്വാൻസ് തുക കൊടുക്കുന്നതിനാവശ്യമായ ഫണ്ട് ലഭ്യമാക്കണം. അതിന് ധനകാര്യ വകുപ്പിൽ നിന്ന് സഹായമുണ്ടാവണം എന്നതാണ് സബ്മിഷനിലൂടെ ഉന്നയിക്കാനുള്ളത്. മിനിസ്റ്റർ പ്ലീസ്. സാർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ശ്രീ കെ ഡി പ്രസേനൻ MLA പറഞ്ഞ ആവശ്യം വളരെ പല MLAമാരുടെ ഭാഗത്തുനിന്ന് വരുന്നതാണ് സാർ. അതുകൊണ്ട് ഇത് ഒന്ന് പൂർണ്ണമായി വായിക്കുന്നതാണ് സാർ നന്നാവുക. സാർ, 2023-24 വർഷത്തെ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും ആലത്തൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വാഹനം വാങ്ങുന്നതിന് ഉത്തരവ് പ്രകാരം പ്രത്യേക അനുമതി പുറപ്പെടുവിച്ചിരുന്നു. അതിന് പ്രകാരം 22/8/2024 കത്ത് പ്രകാരം ജില്ലാ കളക്ടർ ഭരണാനുമതി നൽകി. എന്നാൽ 24-25 സാമ്പത്തിക വർഷം വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശേഷം 25/3/2025 തീയതിയിൽ അധിക തുക ഉൾപ്പെടുത്തി ADC നമ്പർ പ്രകാരം ജില്ലാ കളക്ടർ ഭരണാനുമതി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സാമ്പത്തിക വർഷം അവസാനമായതിനാൽ തുക വിനിയോഗിക്കാതെ സറണ്ടർ ചെയ്തു. 25/7/2025 തീയതിയിലെ ഉത്തരവ് പ്രകാരം തുക റീഅലോട്ട്മെൻറ്റായി അനുവദിച്ച് നൽകിയിരുന്നു. ഈ തുക അനുവദിക്കാതെ ഭരണാനുമതി വീണ്ടും പുതുക്കിയതായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ തുക മാറുന്നതിന് പാലക്കാട് ഉപവിദ്യാഭ്യാസ ഡയറക്ടർ ട്രഷറിയിൽ ബിൽ സമർപ്പിച്ചിട്ടില്ല. ഈ തുക മാറുന്നതിനായി പാലക്കാട് ഉപവിദ്യാഭ്യാസ ഡയറക്ടർ ട്രഷറിയിൽ ബിൽ സമർപ്പിച്ചിട്ടില്ല എന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുമുണ്ട്. സാർ, സർക്കാരിൽ നിന്നും 24-25, 25-26 കാലയളവിൽ കൃത്യസമയത്ത് തന്നെ ഫണ്ട് അലോട്ട്മെൻറ്റ് നൽകിയിരുന്നു. എങ്കിലും ഈ തുക കൃത്യമായി വിനിയോഗിക്കുന്നതിൽ വീഴ്ച വന്നായി കാണുന്നു. 5/3/2025 തീയതിയിലെ ധനസർക്കുലർ പ്രകാരം സ്കൂൾ ബസ്സുകൾ വാങ്ങുന്നതിന് മുൻകൂർ തുക ബന്ധപ്പെട്ട വാഹന നിർമ്മാതാവിന് ഡീലർക്ക് അനുവദിക്കുന്നതിന് ധനവകുപ്പ് പൊതുവായ അനുമതി നൽകിയിട്ടുണ്ട് സാർ. 2024-25 സാമ്പത്തിക വർഷത്തിൽ MLA LAC ADS മുഖാന്തരം സർക്കാർ സ്കൂളിൽ വാഹനം വാങ്ങുന്നത് സംബന്ധിച്ച് ശീർഷകമായ നമ്പറിൽ 10 കോടി രൂപ വകയിരുത്തിയിരുന്നു സാർ. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഈ ശീർഷകത്തിൽ വകയിരുത്തി നൽകിയ 10 കോടി രൂപയും അധിക തുകയായി അനുവദിച്ച 4,78,61,61,000 രൂപ ഉൾപ്പെടെ ആകെ 14,78,78
61,61,000 രൂപയിൽ 12,28,17,328 രൂപ ചെലവഴിച്ചിട്ടുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷം ബഡ്ജറ്റ് വിഹിതമായ നോൺ പ്ലാനിൽപ്പെട്ട 10 കോടി രൂപ അനുവദിച്ചിരുന്നു. പ്രസ്തുത തുക പൂർണ്ണമായും വിനിയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 6,95,73,000 കോടി രൂപ അധിക ധനാനുമതി അനുവദിച്ചിരുന്നു. ആലത്തൂർ സ്കൂളിന് ഉൾപ്പെടെ മുഴുവൻ തുകയും അതത് DDമാർക്ക് അലോട്ട്മെൻറ്റ് നൽകിയിട്ടുണ്ട്. MLA ആസ്തി വികസന പദ്ധതി പ്രകാരം പ്രത്യേക വികസന നിധി എന്നിവയിൽ നിന്നും വാഹനം വാങ്ങുന്ന ബില്ലുകൾക്ക് കാലതാമസം കൂടാതെ പേയ്മെൻറ്റ് നൽകുന്നതിനായി ബിൽ ഡിസ്കൗണ്ടിംഗ് സംവിധാനത്തിൽ നിന്ന് ഒഴിവാക്കി നൽകിയിട്ടുണ്ട്. സർ 2023-24-25 സാമ്പത്തിക വർഷങ്ങളിൽ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വാഹനം വാങ്ങുന്നതിന് പുറപ്പെടുവിച്ച ഭരണാനുമതിയുടെ കാലാവധി 31/3/2026 വരെയായി പൊതുവായി ദീർഘിപ്പിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാർ ഇതിനകത്ത് ഈ പണം അനുവദിക്കാത്തതിന് പണം കിട്ടാത്തതിന് പ്രശ്നമില്ല. ചില സാങ്കേതിക പ്രശ്നങ്ങളും ഈ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് പേപ്പർ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്ന് ഞാൻ തന്നെ ഈ സംഭവം സംബന്ധിച്ച് ഞാൻ ഫൈനാൻസ് സെക്രട്ടറി ആയിട്ട് വീണ്ടും സംസാരിച്ചിരുന്നു. ഇതിന് പണത്തിൻ്റെ ഒരു കുറവ് വരില്ല. കാരണം MLA അദ്ദേഹം മാത്രമല്ല, പല MLA ഈ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. അഡ്വാൻസായി പണം കിട്ടിയാൽ മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ. സാർ അങ്ങോട്ട് ശ്രദ്ധിക്കുക, ഇവിടെ തിരിഞ്ഞെന്ന് പറയാതെ സമയത്ത്. അപ്പോൾ സാർ ഈ കാര്യത്തിനകത്ത് സാമ്പത്തിക പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും വരില്ല സാർ. ഇപ്പോൾ 14 കോടി വീണ്ടും വെച്ചിട്ടുണ്ട്. കൃത്യമായി ബില്ല് സമർപ്പിക്കാനും വേണം, അഡ്വാൻസായി പണം കൊടുക്കുകയും ചെയ്യും സാർ. ഒരു പ്രശ്നമില്ല. സമരം ചെയ്യുന്നവരും അത് വന്ന് കലി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൽകുന്നതാണ്. സമരം ചെയ്തവരും ആ പേപ്പർ എഴുതാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. ശ്രീ മുരളി പെരുന്നല്ലി, ബഹുമാനപ്പെട്ട വനം വന്യജീവി മന്ത്രി ശ്രീ മുരളി പെരുന്നല്ലി. സാർ, തൃശ്ശൂർ ജില്ലയിലെ മണലൂർ മണ്ഡലത്തിലെ പാവറട്ടി, മുല്ലശ്ശേരി, വെങ്കടങ്ങ് പഞ്ചായത്തുകളിലും ഗുരുവായൂർ മണ്ഡലത്തിലെ ഉരുമനിയൂർ, ഏങ്ങണ്ടൂർ പഞ്ചായത്തുകളുമായി വ്യാപിച്ച് കിടക്കുന്ന റിസർവേ 119/2 94.78 ഹെക്ടർ പെരിങ്ങാട് പുഴയും തീരപ്രദേശങ്ങളും കണ്ടൽ സംരക്ഷണത്തിൻ്റെ പേരിൽ റിസർവ് വനമായി നോട്ടിഫൈ ചെയ്തിരിക്കുകയാണ്. പൂർണ്ണമായും സ്വാഭാവിക പുഴയായി നിലനിൽക്കുന്ന ഈ പ്രദേശം വനമേഖലയല്ലാത്തതാണ്. വീട്ടുകാർ പ്രകാരം പുഴയായ ഇറിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പെരിങ്ങാട് പുഴ മഴക്കാലത്ത് അധിക ജലം കടലിലേക്ക് ഒഴുക്കുന്നതിനും അതുപോലെ നീരൊഴുക്കിന് തടസ്സമുണ്ടാക്കുന്ന രൂപത്തിലേക്ക് ചെളിയും മണ്ണും അടിഞ്ഞ് കൂടിയിരിക്കുകയാണ്. അതുമൂലം പ്രദേശത്തെ കൃഷിയിടത്തേക്ക് ഉപ്പുവെള്ളം കയറുന്നത് ഒരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഏക്കർ കണക്കിന് നെൽകൃഷി നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാമൂഹികാഘാത പഠനം നടത്താതെയാണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചത്. ഇക്കാരണങ്ങളാൽ പ്രദേശത്തെ ജനങ്ങളിൽ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നവകേരള സദസ്സിൽ ഇത് പിൻവലിക്കുമെന്ന് അന്ന് ഉറപ്പു നൽകിയിരുന്നു. തുടർന്ന് പ്രസ്തുത നോട്ടിഫിക്കേഷൻ റദ്ദ് ചെയ്യാൻ ആവശ്യമായി സർക്കാരിനെ സമീപിച്ചപ്പോൾ 2025 മാർച്ച് 19 ബഹുമാനപ്പെട്ട വനം മന്ത്രി അധ്യക്ഷതയിൽ യോഗം ചേർന്ന് തുടർ നടപടി നിർത്തിവെക്കാൻ തീരുമാനിച്ചു. 22/3/25 ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും വനം മന്ത്രിയും MLAയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുപ്പിച്ച് ഒരു വിവരമായ യോഗം തൃശ്ശൂരിൽ വെച്ച് ചേർന്നിരുന്നു. ആ തീരുമാനപ്രകാരം ഇത് റദ്ദാക്കാൻ ആവശ്യമായ നടപടിയിലേക്ക് വേണ്ടി സെറ്റിൽമെന്റ് ഓഫീസറായ സബ് കളക്ടറെ ചുമതലപ്പെടുത്തി അദ്ദേഹം വളരെ വ്യക്തമായ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിന് തുടർന്ന് 21/8/25, 23/10/25, 2/12/25, 31/12/25 പ്രിൻസിപ്പൽ സെക്രട്ടറി ചീഫ് ഫോറസ്റ്റ് ഓഫീസർക്ക് നൽകിയ കത്തിന് ഒന്നിനും വനം വകുപ്പിൻ്റെ മറുപടി പോലും ലഭിച്ചിട്ടില്ല. അടിയന്തരമായി ഇത് റദ്ദ് ചെയ്ത് പുഴയെ പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ബഹുമാനപ്പെട്ട വനം വന്യജീവി മന്ത്രി പ്ലീസ്. സർ, ബഹുമാനപ്പെട്ട മണലൂർ MLA സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടി വിവിധ തലത്തിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ആ ചർച്ചയുടെ ഒടുവിൽ ഉത്തരവ് പുറപ്പെടുവിക്കാനാണ് തീരുമാനിച്ചതെങ്കിലും 1980 വന സംരക്ഷണ നിയമത്തിൽ 23 ഭേദഗതി സുപ്രീം കോടതിയുടെ ഗോദവർമ്മൻ കേസിലെ വിധിയും പ്രകാരം സർക്കാർ ഗസറ്റിൽ വനമായി വിജ്ഞാപനം ചെയ്ത ഭൂമിയുടെ നോട്ടിഫിക്കേഷൻ റദ്ദാക്കുന്നതിനായി കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം വൺ ലൈഫ് വൺ എർത്ത് എന്ന സംഘടന സമർപ്പിച്ച ഹൈക്കോടതിയിലെ പരാതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്തരം ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് കോടതിയുടെ അനുമതിയും ആവശ്യമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അനുമതി ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ അഡ്വക്കേറ്റ് ജനറലിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.